ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഫോണിൽ ബാങ്ക് ആപ്പോ അല്ലെങ്കിൽ പേടിഎമ്മോ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഫോണിലുള്ള ഒരു സാധാരണ ടോർച്ച് ആപ്പോ അല്ലെങ്കിൽ ഒരു ഗെയിമോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം പോലും തോന്നാത്ത മറ്റേതെങ്കിലും ആപ്പോ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP മെസ്സേജുകളും സുരക്ഷാ കോഡുകളും നിങ്ങൾ കാണുന്നതിന് മുമ്പേ അവർ വായിച്ചെടുക്കുന്നുണ്ടാവാം. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അതിന് അനുമതി നൽകിയിരിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. പലരും അറിയാതെ തന്നെ ഇത്തരം പെർമിഷനുകൾ ആപ്പുകൾക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉടൻ പരിശോധിക്കേണ്ട 3 സെറ്റിംഗ്സുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ 3 സെറ്റിംഗ്സുകൾ മാറ്റിയാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും OTPയും കുറച്ചുകൂടി കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ മെസ്സേജുകൾ വായിക്കാൻ അനുമതിയുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചില മൊബൈലിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് വേറെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൈവസി ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ പെർമിഷൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളതാണ് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നതിൽ പെർമിഷൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ, ലൊക്കേഷൻ, കോണ്ടാക്ട്സ് തുടങ്ങിയ എല്ലാ പെർമിഷനുകളും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് SMS എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്പുകൾക്ക് SMS വായിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ കാണുന്ന ലിസ്റ്റ് നന്നായി പരിശോധിക്കുക. ഒരു ഗെയിം ആപ്പോ, ഫോട്ടോ എഡിറ്റർ, ടോർച്ച് ആപ്പ്, കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഫോണിൻ്റെ രൂപം മാറ്റുന്ന ഏതെങ്കിലും ആപ്പ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആപ്പിന് ഒരിക്കലും ഇതുപോലുള്ള പെർമിഷൻ ആവശ്യമായി വരുന്നില്ല. ഉദാഹരണത്തിന് ചില മൊബൈലിൽ ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ലിങ്ക് ടു വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അത് ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ SMSന് ഡോണ്ട് അലോ എന്ന പെർമിഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം സാധാരണയായി വളരെ കുറച്ച് ആപ്പുകൾക്ക് മാത്രമേ SMS വായിക്കാനുള്ള ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവയ്ക്ക് ഈ പെർമിഷൻ നൽകുന്നത് അപകടകരമായേക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രധാന സെറ്റിംഗ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇത് അധികം ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിൽ ഗൂഗിളിന് ഒരു പ്രത്യേക സൗകര്യമുണ്ട്. ചില ആപ്പുകൾക്ക് OTP സ്വയം വായിച്ചെടുക്കാനും ഓട്ടോമാറ്റിക്കായി നൽകാനും ഗൂഗിൾ സഹായിക്കും. കേൾക്കാൻ നല്ല കാര്യമായി തോന്നുമെങ്കിലും ഇത് എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതമാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ അനുമതി എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓൾ സർവീസ് തിരഞ്ഞെടുക്കുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ SMS വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് ബൈ SMS എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ ഓൺ ആയിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്തു വെക്കാം. ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ OTPകൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സെറ്റിംഗ്സിലേക്ക് പോകാം. ചില ആപ്പുകൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ വായിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം OTP വരുമ്പോൾ സ്ക്രീനിന് മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ മാത്രം വായിച്ചാലും അവയ്ക്ക് കോഡ് ലഭിക്കും. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് പോയാൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഈ ഇൻ്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡിവൈസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചില മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്ന പേരിലായിരിക്കും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ആപ്പുകൾ ഓരോന്നായി നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ആപ്പുകൾ കാണാം. നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്സസ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്പ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള അനുമതി നിങ്ങൾ എടുത്തു കളയുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാങ്ക് ആപ്പുകൾ, മെസ്സേജിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ സിസ്റ്റം ആപ്പുകൾ എന്നിവയുടെ പെർമിഷനുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത ആപ്പുകൾക്കാണ് ഈ അനുമതി ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടും കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫോണിൽ ഫാക്ടറിയിൽ നിന്നു തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരിക്കലും ഉപയോഗിക്കാത്ത ചില ആപ്പുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.